മൺസൂണിന്റെ കവാടം എന്ന് അറിയപ്പെടുന്ന പ്രദേശം? ഉത്തരം കേരളം. കേരളമാണ് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന LP-UP വിഭാഗം പരിസ്ഥിതി ദിന ക്വിസ് 2025 വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം? ഉത്തരം ചിന്നാർ. ഇടുക്കി ജില്ലയിലെ ചിന്നാർ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? ഉത്തരം പാലക്കാട് ചുരം. പാലക്കാട് ചുരം. കേരളത്തിൽ പശ്ചിമഘട്ടം ഇല്ലാത്ത ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല. ആലപ്പുഴ. കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല? പാലക്കാട്. പാലക്കാട് ജില്ല. കേരളത്തിലെ ആദ്യത്തെ പ്ലാസ്റ്റിക് വിമുക്ത ഉദ്യാനം ഏതാണ്? ഉത്തരം മലമ്പുഴ ഉദ്യാനം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യനിർമ്മിത വനമേത്? ഉത്തരം കരീം ഫോറസ്റ്റ്. കാസർഗോഡ് ജില്ലയിലുള്ള കരീം ഫോറസ്റ്റ്. മഞ്ഞപ്പിത്ത ചികിത്സക്കായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യം? ഉത്തരം കീഴാർനെല്ലി. കീഴാർനെല്ലി. പ്രകൃതിയിലെ ഔഷധശാല എന്ന് വിളിക്കപ്പെടുന്ന സസ്യം? ഉത്തരം വേപ്പ്. വേപ്പ്. കേരളത്തിലുള്ള ഒരേയൊരു നിത്യഹരിത മഴക്കാട് ഏത്? ഉത്തരം സൈലന്റ് വാലി. സൈലന്റ് വാലി മഴക്കാട്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഉത്തരം പെരിയാർ. പെരിയാർ നദി. രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴ കടലിൽ പതിക്കുന്ന സ്ഥലം ഏതാണ്? ഉത്തരം പൊന്നാനി. മലപ്പുറം ജില്ലയിലെ പൊന്നാനി. കേരളത്തിൽ നിന്നും കിഴക്കോട്ടൊഴുകുന്ന കബനി, ഭവാനി, പാമ്പാർ എന്നിവ ഏതു നദിയുടെ പോഷക നദികളാണ് എന്നറിയാമോ? കാവേരി. കാവേരി നദി. കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. എടയ്ക്കൽ ഗുഹ ഏതു ജില്ലയിലാണ്? എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ കാണപ്പെടുന്ന വിഷമില്ലാത്ത പാമ്പുകളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം പെരുമ്പാമ്പ്. പെരുമ്പാമ്പ്. കേരളത്തിൽ ആദ്യമായി തിരമാലയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം നടത്തിയ പ്രദേശമേത്? ഉത്തരം വിഴിഞ്ഞം. വിഴിഞ്ഞം. വനം വകുപ്പും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് സംഘടിപ്പിക്കുന്ന വനവത്കരണ പരിപാടിക്ക് പേര്? എൻ്റെ മരം. എൻ്റെ മരം പദ്ധതി. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് വനങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കാനുള്ള ചുമതല ആർക്ക്? ഉത്തരം രാജ്യത്തെ ഓരോ പൗരന്റെയും ചുമതലയാണത്. വായു മലിനീകരണം കൊണ്ട് ഉണ്ടാകുന്ന പ്രധാന പരിസ്ഥിതി പ്രശ്നം ഏതാണ്? ആസിഡ് മഴ അഥവാ അമ്ലമഴ. ഉപയോഗിക്കാനാകാത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് പൊതുവെ പറയുന്ന പേരെന്ത്? ഇ വേസ്റ്റ് അഥവാ ഇ മാലിന്യം. സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന അന്തരീക്ഷത്തിലെ പാളിയുടെ പേര്? ഓസോൺ പാളി. ഓസോൺ പാളി. കാസർഗോഡ് ജില്ലയിൽ ജനങ്ങളെ ദുരിതത്തിലാക്കിയ കീടനാശിനി ഏതാണ്? ഉത്തരം എൻഡോസൾഫാൻ. എൻഡോസൾഫാൻ. അടുത്ത കാലത്ത് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി നിരവധി പേർ മരണപ്പെട്ട മുണ്ടക്കൈ ചൂരൽമല പ്രദേശം ഏതു ജില്ലയിലാണ്? വയനാട് ജില്ല. വയനാട് ജില്ലയിൽ. പ്ലാസ്റ്റിക് കത്തുമ്പോൾ പുറത്തു വരുന്ന
ക്യാൻസർ രോഗം ഉണ്ടാക്കുന്ന വിഷവാതകം ഏത്? ഉത്തരം ഡയോക്സിൻ. ഡയോക്സിൻ വാതകം. അറിവിൽ തിളങ്ങാൻ പരിസ്ഥിതി ദിന ക്വിസിന് ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. രാത്രിയിൽ കാഴ്ചശക്തി കൂടുതലുള്ള നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന പക്ഷി ഏത്? ഉത്തരം മൂങ്ങ. മൂങ്ങ. ഇന്ത്യയിൽ ആദ്യമായി തേക്ക് തോട്ടം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം നിലമ്പൂർ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ. ബാണാസുര സാഗർ ഡാം ഏതു ജില്ലയിലാണ്? വയനാട് ജില്ല. വയനാട്. കേരളത്തിൽ 5 കോർപ്പറേഷൻ പട്ടണം ഉള്ളതിൽ കടൽ തീരം ഇല്ലാത്ത കോർപ്പറേഷൻ പട്ടണം ഏതാണ്? തൃശ്ശൂർ. തൃശ്ശൂർ കോർപ്പറേഷൻ. ഇന്ത്യയിൽ സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. നെടുമ്പാശ്ശേരിയിലുള്ള കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.